നാലുവശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന വൈക്കം മുണ്ടാറിലെ പോളിംഗ് ബൂത്തിൽ കരിയാർ കടന്ന വോട്ടിംഗ് മെഷീൻ അടക്കമുള്ള തിരഞ്ഞെടുപ്പ് സാമഗ്രികളുമായി ഇത്തവണ ഉദ്യോഗസ്ഥരെത്തിയത് ഹൗസ് ബോട്ടിൽ. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12:45 തലയോലപ്പറമ്പ് കോരിക്കലിലെ മനക്കച്ചിറ തോണിക്കടവിൽ നിന്നും ഉദ്യോഗസ്ഥർ 5 മിനിറ്റ് ഹൗസ് ബോട്ടിൽ സഞ്ചരിച്ച് മറുകരയായ പാറേൽ കോളനിക്ക് സമീപം ഇറങ്ങി കാൽനടയായി 200 മീറ്റർ ദൂരത്തിലുള്ള ബൂത്തിലെത്തി. മുൻകാലങ്ങളിൽ വള്ളങ്ങളിലായിരുന്നു തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പോളിംഗ് സാമഗ്രികളുമായി വോട്ടെടുപ്പിനായി കരിയാറിലൂടെ മുണ്ടാറിൽ വന്നുപോയിരുന്നത്. വെള്ളിയാഴ്ച നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വൈക്കം നിയോജക മണ്ഡലത്തിലെ കല്ലറ പഞ്ചായത്ത് 1-ാം വാർഡായ മുണ്ടാറിലെ 48-ാം നമ്പർ അംഗനവാടിയിൽ പ്രവർത്തിക്കുന്ന 137-ാം നമ്പർ ബൂത്തിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുമായാണ് ഉദ്യോഗസ്ഥർ ഹൗസ് ബോട്ടിൽ കരിയാർ കടന്നെത്തിയത്. പ്രിസൈഡിംഗ് ഓഫീസർ മെൽബിൻ ജോർജ്, ഉദ്യോഗസ്ഥരായ ജിഷ ടി ജോർജ്, ബ്ലസി എസ് മരിയ, അനീഷ് ജോർജ് എന്നിവരും സുരക്ഷാ ഉദ്യോഗസ്ഥനായ SCPO TS ശ്രീജിത്ത്, NSS വോളണ്ടിയർ അർച്ചന ജി നായർ എന്നിവരുമാണ് ഇവിടെ ഡ്യൂട്ടിയിലുള്ളത്. പോളിംഗ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ആദ്യമായാണ് ഇവിടെ തിരഞ്ഞെടുപ്പ് ജോലിക്കെത്തുന്നത്. 968 വോട്ടർമാരാണ് ഇവിടെയുള്ളത്. പോളിംഗ് അവസാനിച്ചു കഴിഞ്ഞാലും രേഖപ്പെടുത്തിയ രാജാധികാരവുമായി ഉദ്യോഗസ്ഥർ തിരികെ പോരുന്നതും ഹൗസ് ബോട്ടിൽ തന്നെ. വാഹനം എത്താത്തതുമൂലം ഹൗസ് ബോട്ടിൽ പുഴ കടന്ന് പോളിംഗ് ബൂത്തിൽ വോട്ടെടുപ്പ് നടത്താൻ ഉദ്യോഗസ്ഥരെത്തുന്ന വൈക്കം മണ്ഡലത്തിലെ ഏക ബൂത്താണ് മുണ്ടാറിലേത്. എൻലൈറ്റ് ന്യൂസ്, വൈക്കം.